വിശേഷങ്ങളൊക്കെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ആക്ച്വലി ഞാനിപ്പോ ഒരു കാര്യം കാണിച്ചു തരാം. സമയം നോക്കണം നിങ്ങള്. ഇപ്പൊ 6:30. ഞാൻ ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് നിക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കൂ. ഞങ്ങള് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നാട്ടിൽ പോവാണ് ഗൈസ്. ഞങ്ങളത് അങ്ങനെ ഇന്ന് ഇപ്പൊ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങും. നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ല. ഈ ചായന്റെ അനിയത്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അവർക്ക് അവരുടെ ഹസ്ബൻഡിനും. ഞങ്ങൾ വരുന്ന കാര്യം നാട്ടിൽ അറിയാം, പക്ഷെ എല്ലാവരുടെ അടുത്തും ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ സർപ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ എത്രത്തോളൊക്കെ സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങൾ വീഡിയോയിൽ എല്ലാ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ പങ്കുവെക്കുന്നതായിരിക്കും. പിന്നെ എണീറ്റ് ഞങ്ങള് ഉറക്കത്തിൽ നിന്ന് ഏൽപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ടേ ഉള്ളൂ. ആവി അത്ഭുത ലോകത്തിരിക്കണ പോലെയാ. അപ്പൊ ആവി ഇപ്പൊ എങ്ങനെ പോകുന്നേ? നമ്മൾ എവിടെ പോവാ? നാട്ടിൽ പോവാണോ? ആവി നാട്ടിൽ പോവാണോ? അപ്പൊ ഞങ്ങള് ഇനി ഹാബിനൊക്കെ ഒന്ന് ഡ്രസ്സ് മാറ്റിക്കണം. ക്യാമറമാൻ ഡ്രസ്സ് മാറിയിട്ടില്ല. പിന്നെ ഫ്രണ്ട്സ് വരും, അവര് ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 7:00 ആകുമ്പോഴത്തേക്കും ഹൗമാര് വന്നിട്ട് ഞങ്ങളെ ഇവിടുന്ന് പിക്ക് ചെയ്ത്, കാരണം ഇത്രയും പെട്ടി നമുക്ക് ഏകദേശം ഒരു 5 പെട്ടിയും 6-7 പെട്ടി എന്തോ ഉണ്ട് അല്ലെ? 5 വലിയ പെട്ടിയും 23ന്റെ വലിയ പെട്ടിയും പിന്നെ അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ 2-3 ത്രാസൊക്കെ വെച്ച് നോക്കി, പക്ഷെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് വ്യത്യാസം. ആക്ച്വലി ഈ വീഡിയോ ഞങ്ങൾ നാട്ടിൽ എത്തിയിട്ടാട്ടോ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, കാരണം അതിനും വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഞാൻ സ്റ്റാറ്റസ് എന്താ പറയാ, എന്നെ എല്ലാവരും ഭയങ്കര സ്റ്റാറ്റസ് ഓളി എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ എല്ലായിടത്തും സ്റ്റാറ്റസ് ഇടുന്ന ഒരാളാ. പക്ഷെ ഈ ഫ്ലൈറ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം, ഞാനത് പിടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ. അപ്പൊ ഞങ്ങൾ ഇനി ആബിനെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു മണിക്കൂർ നമുക്കുള്ളൂ. അപ്പൊ നിങ്ങള് ഇന്നലെ നമുക്കിവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളപ്പോ അത് കണ്ടിട്ട് വായോ. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങള് പിന്നാലെ കാണിക്കാം. കോക്കിന്റെ സ്പെല്ലിംഗ് അറിയാമോ നിനക്ക്? കൊച്ചിയുടെ KFC അങ്ങനെ ഒന്ന് കയറിക്കോ. ഒന്നും മിണ്ടാണ്ട് കൊച്ചിയെ കൊണ്ടൊരു മറ്റേ കല്യാണത്തേക്ക് ഏതൊരു കിട്ടുക ഇഷ്ടംപോലെ കല്യാണം ഉണ്ടല്ലോ നാട്ടില്. അല്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റേ പുറത്തുനിന്നൊക്കെ പറയുമ്പോ വിളിക്കും. അവൻ കാനഡായി വന്നിട്ടുണ്ട്. ആരുമാല അത് കവറിങ്ങിന്റെ കുറച്ച് വേണമെങ്കിൽ മാല ചെയ്ത് വേണമെങ്കിൽ മേടിക്കാം. ചെറുപഴ എന്താ വില? അപ്പൊ നാട്ടിൽ പോയി ഷോ അടിക്കുന്നതിന് ആരാണ് നാട്ടിൽ പോയി ഷോ കാണിക്കാൻ പോണെന്ന് പറയാം. എന്നെ കണ്ടോ? ഞാൻ മറന്നു. നാട്ടിൽ പോകുമ്പോ പറയാ ഇനിയിപ്പോ മാമോയിസൊക്കെ ഇനിയിപ്പോ എന്തൊക്കെയാണോ ഇനി. അതെ, സാരി ഇവള് സാരി കൊടുക്കും. ഞാൻ തീരുമാനിച്ചില്ല എന്താന്ന്. അത് കിട്ടി. ഓർഡർ ചെയ്ത് വന്നിട്ടില്ല. തൈര് പൊളിപ്പിച്ചു ബാഗായിട്ട് വന്ന ഇത്രയും പ്രിപ്പയർഡ് ആയിട്ട് വന്നേക്കാം. അപ്പൊ ശരി. ഓക്കെ, എല്ലാവരും പറഞ്ഞേക്കാം.
വരുമ്പോ കാണാം. പോണാ അവൻ പോണല്ല, നമ്മളെ പോണേട്ടെ നാളെ. ബാ വാ. ഇത്ര നേരം ഇവള് കൈ പിടിച്ചിരിക്കുന്നു, ഇവള് എപ്പോഴും കൈ എടുക്കണം. ഈ കേക്ക് വീട്ടിലേക്കുള്ളതാ. ബേസിലേക്കാ എടി ഇത് കൊണ്ടുണ്ടോ റെഡ് വെൽവെറ്റ്? വേണ്ടേ അക്ഷയ്? റെഡ് വെൽവെറ്റ് കൊണ്ടുണ്ടോ? ഇത് സ്പൂണും കൊണ്ട് എടുത്താണോ കേട്ടോ അത്? ഇത് സ്പൂൺ വെച്ച് എടുത്തേക്കണതാ. ക്യാരറ്റോ? ആ ഒരു ക്യാരറ്റ് ഞാൻ നിങ്ങളെ നാളെ വെട്ടി കണ്ടിച്ച് വീട്ടിലത് നിങ്ങളാവില്ല ക്യാരക്ടർ. അങ്ങനൊന്നുമില്ല. അങ്ങനെയാണ് കാരണന്മാര് പറയുന്നത്. ഏത് കാരണം വരെ? എന്റെ കാരണന്മാര് പട്ട ഇട്ടിക്കില്ല. ഞാൻ മുടി കെട്ടിക്കൊന്നുമില്ല. അതിനെ വിളിച്ചോട്ടോ. അപ്പോൾ ദേ ഞാനങ്ങനെ ആബീനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് അവൻ കുളിക്കാൻ കയറിയേക്കുവാണ് കേട്ടോ. അത്യാവശ്യം ഇന്ന് പുറത്തൊരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. മഴ പെയ്തിട്ടുണ്ട് കണ്ടോ, മഴ പെയ്ത് അത്യാവശ്യം വെള്ളം കെട്ടി കിടപ്പുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഒരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതെ ആബി ആബി എവിടെ പോവാ? എവിടെ? ആബിക്ക് ഇപ്പൊ ഡ്രസ്സ് മാറുമ്പോ ഇപ്പൊ തന്നെ പുറത്ത് കയറി പോണം. നമുക്ക് പോവാട്ടോ. അപ്പോൾ ബാക്കി ഞങ്ങളെന്നാ പോയി. ഇനി പെട്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഇപ്പം എത്ര മണിയായി? സമയം 7 മണിയായിട്ടോ. എല്ലാം ഒന്ന് ലോക്ക് ചെയ്തിട്ടില്ലേന്നൊക്കെ നോക്കണം. നമ്മൾ ടി വിയുടെ അങ്ങനെയുള്ള കേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരിടണം. പിന്നെ ഗാർബേജ് ഒന്ന് പുറത്തുകൊണ്ട് കളയണം. അങ്ങനെ കുറച്ച് ഇവിടെ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങളിനി ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ബാഗൊക്കെ താഴെ കൊണ്ട് വെച്ചു. ബാക്കിൽ ഒരാളുണ്ട്, അവരെ ഫ്രണ്ടിൽ പോകണു. അതിനെ കാണിച്ചിട്ടുണ്ട്. കയ്യിൽ ലഗേജ് ആയതുകൊണ്ട് എനിക്ക് ആബിയും ഇറങ്ങി. ഞങ്ങളിനി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ എല്ലാ ലഗേജിനും താഴേക്ക് ഇറക്കാം. ഇവിടെ നമുക്ക് ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം എന്താ പറയുക, ഇവിടുന്ന് സ്റ്റെയർ കേസ് വഴിയാണ് ഇറങ്ങാം. അപ്പോൾ ഇച്ചിരി പാടാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. വിഷ്ണു എബ്രാഹിം വന്നിട്ട് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങി പോവാ. അവര് വണ്ടിയിൽ പെട്ടിയൊക്കെ ലോഡ് ചെയ്തു. പെട്ടിയൊക്കെ ലോഡ് ചെയ്തു. ഇതെന്താ കയറ്റാതെ? കേറ്റുന്നില്ലേ? എന്താ ഡ്യൂട്ടിയില്ലേ? വണ്ടി സ്ഥലമുണ്ടോ? അയ്യോ ചില്ലറക്കാനല്ലോ. അല്ല ഇത് നിവർന്നിരിക്കൂലേ? അപ്പൊ ഇതോ? ഇത് മേള് ആയിക്കോട്ടെ. ഇത് ത്രൂ കിട്ടിയതായിരുന്നു കൊച്ചി വരെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇടങ്ങേറാവും. മോൺട്രിയാൽ ഇറക്കി കയറ്റാൻ പറ്റില്ല. മോൺട്രിയാൽ നാളെയല്ലേ ഫ്ലൈറ്റ്? നാളെ 5 പെട്ടിയും ചുവന്നുകൊണ്ട് നമ്മള് ഇറങ്ങുമ്പോഴത്തേക്കും ഇടങ്ങേറാവും. പിന്നെ ഈ കുരുപ്പില്ലേ? വണ്ടി ഇട് വാ. അപ്പൊ എയർപോർട്ടിൽ കാണാടാ. ഓക്കെ. ത്രാസ വിഷ്ണുവിന്റെ വണ്ടി വെച്ചേ. അതിനെ കൊണ്ടാ ആവി മറ്റേ മിന്നൽ ഷൂ ഒക്കെ ഇട്ട് ചീറി കിടക്കുന്നത് കൂടെ. ഉറക്കപ്പീച്ചിന്ന് മാറിയിട്ടുള്ള ആവിയുടെ അല്ലേ?
വാ നമുക്ക് വേഗം പോയേക്കാം. നേരം 7:30 കഴിഞ്ഞു. എന്തായാലും ഞങ്ങൾ ചെക്കിൻ ചെയ്തിട്ടില്ല. ചെക്കിൻ ചെയ്യാൻ നോക്കിയിട്ട് എന്തോ പറ്റുന്നില്ല. അപ്പോൾ ചെക്കിൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്കാണെങ്കിൽ നാളെ രാവിലെയാണ് മോൺട്രിയാലിൽ നിന്നുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ മോൺട്രിയാൽ സ്റ്റേ അടിച്ചിട്ട് നാളെ പോകണം. പെട്ടി എങ്ങാനും ഇറക്കി കയറ്റേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും. അത് നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം എയർപോർട്ടിൽ. കയറി വിഷ്ണുവാണ് ഞങ്ങൾ കൊണ്ടുവന്നാക്കണം. പിന്നെ മറ്റേ എബ്രാം. എടാ ട്രങ്ക് ഒന്ന് തുറന്നടാ. ചെറിയ ചെറിയ നീലപ്പെട്ടി അടുത്ത് കയറ്റിയോ കുഞ്ഞിത്? വ്യത്യാസം വരുന്നു. ആ തപ്പു എന്തായാലും അല്ല. വെയിറ്റ് നോക്കണം നമ്മുടെ ലഗേജിന്റെ കൗണ്ടറില. അതെ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. PR കാർഡ് ഉണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. ഓടിക്കാൻ എത്താം. സമയം നേടാ. 7:46 ആയില്ലേ. പക്ഷെ മെയിൽ വന്നത് ഞാൻ ചെക്കിങ് ചെയ്തിട്ടില്ല. ഒരു 60 മിനിറ്റ് മുമ്പെങ്കിലും എത്തണമെന്നാണ്. 60 മിനിറ്റ് മുമ്പ് ചെക്കിങ് ക്ലോസ് ചെയ്യുന്നതാണ് മെയിൽ വന്നത്. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ. 11 മണിക്ക് 1 മണിക്കൂർ മുമ്പ് 10 മണിയേ. നമ്മൾ ഓടിച്ചവിടെ എത്തിയിട്ട് ബാക്കി പറയാം അല്ലേ. ഞങ്ങളിനി ചൊവ്വാഴ്ച വീട്ടിലെത്താൻ. ചൊവ്വാഴ്ച നാളെയാണ് ഫ്ലൈറ്റ്. പിന്നെ ദുബായിൽ 13 മണിക്കൂർ ലേവറില്ലേ. ദുബായിൽ ട്രാൻസിറ്റ് വിസ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടും. അക്കോമഡേഷനും ട്രാൻസിറ്റ് വിസ ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഡോക്യുമെന്റ് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എയർപോർട്ടിൽ എത്തിയിട്ടോ. എയർപോർട്ടിൽ ഞങ്ങൾ മാത്രമാണ്, വേറെ ആരുമില്ല. അവരവിടെ ലഗേജ് എടുത്ത് വെക്കുന്നു. ആബി നമുക്ക് ഇറങ്ങാനോ പുറത്തേക്ക്? ആബി പുറത്തേക്ക് ഇറങ്ങാം. അമ്മ ഇറക്കാം. പാ അതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി, ചെക്കിങ് ചെയ്തു. ഇതിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ടിക്കറ്റാണ് കേട്ടോ. മോൺട്രിയാൽ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബൈ ബൈ പറ. ശരി. അപ്പൊ ശരി എന്നാ, വരുമ്പോ കാണാം. അപ്പൊ അവര് ഞങ്ങളിവിടെ രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ട്. ഒരാൾക്ക് 8 മണിക്ക്, ഒരാൾക്ക് 11 മണിക്ക്. അപ്പൊ അവര് പോയി. അവരുടെ പോവാണോ? അപ്പോൾ അത് ഞങ്ങൾ എയർപോർട്ടിലെത്തി ചെക്കിങ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 11 മണിക്കേ ഫ്ലൈറ്റ് ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് അവർ പെട്ടി നമ്മൾ ഇവിടുന്ന് നമുക്ക് മോൺട്രിയാൽ നമുക്കിപ്പോൾ ഒരു ദിവസം സ്റ്റേ ഉണ്ടെങ്കിലും അവർ പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ കൊച്ചി ചെന്നിട്ട് നമുക്ക് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ 5 പെട്ടി കയറ്റിറക്കി പോകേണ്ടി വരും. ഭയങ്കര പാടായിരിക്കും അത്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ചെന്ന് കളക്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. എയർപോർട്ടിലും ഒരു മനുഷ്യനില്ല കേട്ടോ.
നമ്മളിപ്പോ ചെക്ക് ഇൻ ചെയ്യണ്ടല്ലോ അതിന്. അല്ല ഇപ്പൊ വേണ്ട അകത്ത് പറഞ്ഞേ ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്കെന്നാ സെക്യൂരിറ്റി ചെക്കിങ് ഇതാ വഴി. നമുക്കിനി സെക്യൂരിറ്റി ചെക്കിങ് ഞങ്ങൾ ചെയ്യട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കേട്ടില്ല എന്താ പറഞ്ഞേ? ആ